ഈ തപ്പിപ്പതറി ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ വെളുപ്പിന് 2 മണിയാണ്. ഒരു ബോധവും ഇല്ലാതെ കതവ് തുറന്നു കൊടുക്കാൻ പോവാ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ രാവിലെ ദോശയായിരുന്നു. മാവൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേഗം വരും കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് മാവ് നല്ല പുളിച്ച് പൊന്നുന്നുണ്ട്. അപ്പോൾ ദോശയൊക്കെ ആക്കി സെറ്റായിട്ട് നമ്മൾ നേരെ വൈകുന്നേരത്തെ വിശേഷങ്ങളിലായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫാനാണ്. ഒരു ചെറിയ ഫാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 900 രൂപ. പക്ഷേ ഇത് വർക്കായില്ല. എന്തോ ഒരു കംപ്ലയിൻറ്റ്. ചാർജ് എത്ര കുത്തിയിട്ടിട്ട് കയറുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചിത് റിട്ടേൺ അയക്കുകയാണ് ചെയ്തത്. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ട് അവിടെ ആശ്വാസം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം നമ്മുടെ ക്വാർട്ടറിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാർ വരുവേ. ഞങ്ങൾക്ക് 2 സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വന്നത് മാറി വെച്ച് പിന്നെ എല്ലാം സെറ്റാക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് പോയി. പാർക്കിൻ്റെ ഒരു ഭാഗം അത് കേട്ടോ. ഇതിനകത്ത് ഞാൻ അധികം കയറിയിട്ടില്ല. കാരണം എനിക്ക് വഴി അറിയത്തില്ല. എനിക്കെന്തോ ഒരു പേടിയാണ്. മുയലുകളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് പിള്ളേർ. എവിടെ കറങ്ങി ചെല്ലുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ കയറാറില്ല. പിന്നെ ജസ്റ്റ് മറിയം അങ്ങോട്ട് കയറിപ്പോയോണ്ട് കയറിയതേ ഉള്ളൂ. പിന്നെ ഈ സർക്കസുകളൊക്കെ അവളുടെയാണ് കേട്ടോ. പേടിച്ച് കയറുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി ഒന്ന്